അല്ലല്ല പറ. Hi guys. Welcome back to my channel. Welcome my channel. Hi guys, welcome back my channel. Hi guys, and welcome my channel. Welcome to my channel. Welcome to channel. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള അവിടെ ബെല്ലാക്കി വെക്കുക. അപ്പുറത്ത് തൊട്ടടുത്ത് ഒരു ബെല്ലാക്കി ഉണ്ട്. അതിനകത്ത് തൊട്ടാൽ തിൻ 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 ഒന്നുകൊണ്ടിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നാണ് നമ്മുടെ കല്യാണം. നിങ്ങൾ തൊടുപുഴയ്ക്ക് വന്ന വീഡിയോ ഒക്കെ കണ്ടു കാണുമായിരിക്കും. ഇന്നാണ് നമ്മുടെ കല്യാണം. നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഒരു 2 മണിയാവാനായിട്ടോ. എനിക്ക് അന്നേരം ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. ആ സമയത്ത് അതിന് തിരക്കായിരുന്നു കേട്ടോ. അന്നേരം ഒട്ടും എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. സാമി, ഈ ഇരിക്കുന്ന കുട്ടി യൂട്യൂബറാട്ടോ. ഞാൻ ചാനലിൽ ലിങ്കൊക്കെ കൊടുത്തിരിക്കാം. ഈ കുട്ടി യൂട്യൂബറിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ആട്ടോ ചാനൽ ഇടുന്നത്. അന്നേരം അല്ലാത്ത വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മൂച്ചിയുടെ എൻ്റെ ചാനലും രണ്ടുപേരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഞാൻ ചാനൽ ലിങ്കൊക്കെ ചാനൽ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ. എന്തായാലും അച്ഛൻ്റെ മോളാട്ടോ ഇത്. പിന്നെ ഇതൊരു ഇന്റർകാസ്റ്റ് വെഡിങ് ആട്ടോ. എന്ന് വെച്ചാൽ ചേച്ചി ക്രിസ്ത്യനും ചേട്ടൻ ഹിന്ദു ആണ്. രണ്ടും മതമൊന്നും മാറുന്നില്ല കേട്ടോ. അവരവരെ മതത്തിൽ തന്നെ രണ്ടുപേരും നിൽക്കുന്നത്. അന്നേരം രാവിലെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് താലി ഇട്ടു. അങ്ങനെ കേട്ടോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ നിങ്ങളതിനെ കണ്ടിട്ട് വാ. ഇതാണ് നമ്മളെ കല്യാണ ചെറുക്കൻ. അന്നേരം രാവിലെ ഇപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വന്ന് താലി കെട്ടിയത്. അവിടെ വെച്ചിട്ട് തുളസി മാലയുടെ അങ്ങോട്ട് വേണ്ടി ചേർത്തി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫോട്ടോസ് വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞുള്ള ഫോട്ടോ സെഷൻ ആട്ടോ നടക്കുന്നത്. അന്നേരം ചേച്ചിക്ക് ഫുഡ് വരെ കൊടുക്കും എൻ്റെ അമ്മ കേട്ടോ. അത് രജിസ്റ്റർ ഓഫീസിലൊക്കെ പോയിട്ട് അതിൻ്റെ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ഫാമിലി ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആരുമായിട്ട് നിന്നിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് പോയിട്ട് എല്ലാവരുമായിട്ട് ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു വീഡിയോ ഒന്നും. കാരണം ആ ടൈമിൽ ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും പെട്ടെന്ന് സമയമില്ല, പെട്ടെന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വീഡിയോ ഒന്നും. പിന്നെ ഓഡിറ്റോറിയം ദൂരെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഈ ഹോട്ടലിൽ നമ്മൾ താമസം ഹോട്ടലിൻ്റെ തന്നെ കമ്പൗണ്ട് അകത്ത് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടൊക്കെയല്ലേ ഇറങ്ങത്തുള്ളൂ. എന്ന് വെച്ചാൽ പെണ്ണിന് കുരിശൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ, അങ്ങനെ എന്നിട്ടൊക്കെയല്ലേ ഇറക്കത്തുള്ളൂ പെൺകുട്ടീനെ. അതിൻ്റെയൊക്കെ കുറച്ച് ടൈം പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോകണമായിരുന്നു. ഇവർ വന്നപ്പോൾ തന്നെ 11:30 കഴിഞ്ഞു. അത് പെട്ടെന്നായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കും, പെട്ടെന്ന് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് പെട്ടെന്ന് ഫോട്ടോയൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ട് പിന്നെ എല്ലാവരും കുരിശിട്ട് കൊടുക്കണം. മുതിർന്നവരെല്ലാവരും പെൺകുട്ടിക്ക് ഇങ്ങനെ കുരിശിട്ട് കൊടുക്കുക കേട്ടോ. ശ്രുതി പറഞ്ഞിട്ട് കുരിശിട്ട് കൊടുക്കത്തില്ലേ. പിന്നെ അല്ലാതെ ഈ നമ്മൾ അനിയത്തിമാരും അനിയന്മാരെ കൈ കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടോ. അവിടെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ താലം പിടിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഹിന്ദുസൊക്കെ ഇങ്ങനെ താലം പിടിച്ചിട്ട് ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുവരുന്നത്. അന്നേരം അതിന് വേണ്ടി ഇങ്ങനെ ഞങ്ങളെയൊക്കെ പിടിച്ച് നിർത്തി കേട്ടോ. അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അവരൊക്കെ ആൻറ്റിയും അങ്കിളൊക്കെ അവിടെ നിന്നുള്ള പറഞ്ഞു തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ചേട്ടൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണമൊക്കെ ഹിന്ദു രീതി തന്നെ കേട്ടോ നടന്നത്. തന്നെ മന്ത്രങ്ങളും അങ്ങനെ പൂജാരി സാധാരണ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പൂജാരി ഇത് മന്ത്രങ്ങൾ ചൊല്ലുന്ന അങ്ങനെ ആ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ ഇവർ നിന്നാട്ടോ താലി കെട്ടിയതൊക്കെ. ചരടി തന്നെയാണ് താലിയൊക്കെ കിട്ടിയത്. അങ്ങനെയൊക്കെയായിരുന്നു. അല്ലാതെ ഈ മന്ത്രങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പൂജാരി ഇങ്ങനെ ഇരുന്ന് മന്ത്രങ്ങൾ ചൊല്ലി അങ്ങനെ ദക്ഷിണ കൊടുത്തു അങ്ങനെയൊക്കെയല്ല നമ്മൾ ഓഡിറ്റോറിയത്തിൽ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ പെണ്ണും ചെറുക്കനും. അപ്പം അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാല്ലോ കേട്ടോ. അതല്ലാതെ ഇങ്ങനെ ചെറുക്കനെ പെണ്ണെ വരവേൽപ്പിച്ച് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ അനിയൻ കാലൊക്കെ കഴുകി കൊടുത്ത് പൂമാലയൊക്കെ ഇട്ടില്ല ചെറുക്കനെ സ്വീകരിക്കുന്നത്. അതൊക്കെ ആ ചടങ്ങുകളായിട്ടോ നടക്കുന്നത്. പിന്നെ മാസ്ക് വെച്ചില്ലെന്ന് തന്നെ ആരും കുറ്റമൊന്നും പറയില്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം താരം പിടിക്കാൻ നിൽക്കുന്നതുകൊണ്ടൊക്കെയാണ് മാസ്ക് ഊരി വെച്ചാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കേട്ടോ മാസ്ക് ഊരിയത്. അതിനുശേഷം നമ്മൾ മാസ്ക് വെക്കുന്നുണ്ട് കേട്ടോ. മാസ്ക് വെക്കാതെ ഒന്നും നിൽക്കുന്നത്. ബാക്കി എല്ലാവരും മാസ്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ താലം പിടിക്കാൻ നിൽക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് മാസ്ക് വെക്കാതെ നിൽക്കുന്നത്. അത് തന്നെ എല്ലാവരും മാസ്ക് വെക്കുന്നുണ്ട്. അത് തന്നെ ചെറുക്കനെ ഇങ്ങനെ മണ്ഡപത്തിലോട്ട് കൊണ്ടുവരും കേട്ടോ. ഇത് ഒരു ചെറിയ ഹോളായിരുന്നു കേട്ടോ. വലുതൊന്നും അല്ല, ചെറിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. അന്നേരം ക്യാമറമാന്മാരെ കൊണ്ട് തന്നെ നിൽക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്യാമറമാൻ ചേട്ടന്മാർ തന്നെ 10-12 പേരാണ്ട് ഉണ്ടായിരുന്നു. അവർ തന്നെയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് അവിടെ. അന്നേരം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു.
വെച്ചാൽ ഈ ആദ്യമേ ഉള്ള ആൾക്കാർ ഫോട്ടോ എടുത്ത് മാറി താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ കേട്ടോ, ഇതിൻ്റെ തന്നെ ഈ ഹോളിൻ്റെ തന്നെ തൊട്ട് താഴെയായിട്ടാണ് ഫുഡ് ഏർപ്പാട് ആക്കിയിരിക്കുന്നത്. അന്നേരം അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ബാക്കി ആൾക്കാർ ഹോളിലോട്ട് ഓഡിറ്റോറിയത്തിലോട്ട് കയറുക അങ്ങനെയായിരുന്നു കേട്ടോ. അന്നേരം എല്ലാവരും കൂടി നിന്നിട്ടില്ല, എല്ലാവരും അങ്ങനെ ഫോട്ടോ എടുത്ത് മാറുന്നതനുസരിച്ച് ആൾക്കാർ താഴോട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. താലിയിട്ടേ കഴിഞ്ഞിട്ടോ പകുതി ആൾക്കാർ വന്നു തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൊറോണ ഇതൊക്കെയാണ് അധികം ആൾക്കാർ കല്യാണത്തിന് കൂടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അങ്ങനെ കേട്ടോ ഏർപ്പാടാക്കിയിരുന്നത്. ആൾക്കാർ കൂടാതിരിക്കാൻ വേണ്ടി അങ്ങനെ കേട്ടോ ചെയ്തിരുന്നത്. അന്നേരം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്കേർട്ട് ഇട്ടുകൊണ്ട്, കാരണം ഇവിടെ മൊത്തം വിളക്കത്തി വെച്ചിരിക്കുമായിരുന്നു. അന്നേരം ജസ്റ്റ് ഒന്ന് എവിടെ ഞാൻ തട്ടി കഴിഞ്ഞാൽ കത്തി പോകും, ആ ഒരു ഇതായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണ് സ്കേർട്ട് ഇട്ടുകൊണ്ട്. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളിരാലസാവേഗം നീലനില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനമായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. പിന്നെ മാമനാണ് കൈ പിടിച്ച് ഏൽപ്പിച്ചത് കേട്ടോ, ചെറുക്കൻ്റെ കയ്യിലോട്ട് പെണ്ണിനെ ഇങ്ങനെ പിടിച്ച് ഏൽപ്പിച്ചത് മാമനാണ്. എനിക്കിന് നല്ലത് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ, സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും. പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, കാരണം ക്യാമറമാന്മാരെ കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമുക്ക് അവിടെ ഇവിടെ ചെറിയ ഇതായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അന്നേരം ഇപ്പം ഞാൻ വീഡിയോയിലാണ് സത്യം പറഞ്ഞാൽ താലികെട്ടുന്നതൊക്കെ കണ്ടത്. അനിയനാട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത്. എനിക്കന്ന് നമുക്ക് അവിടെ അത്ര ആ ചേട്ടന്മാരുടെ ഇടയിൽ പോയി നിന്ന് എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അവനൊക്കെ ഹൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് അവനെ കൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുപ്പിച്ചത്. അവനാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. പിന്നെ വീഡിയോയിൽ കുറച്ച് ലൈറ്റിങ്ങിന് ഇതൊക്കെ ഉണ്ട്, അവിടെ മൊത്തം ലൈറ്റാണ്, അത് മൊത്തം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ വീഡിയോയിൽ മൊത്തത്തിൽ. പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ. പിന്നെ എനിക്ക് ഇവരാണ് പേര് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലേ. ചേട്ടായിയുടെ പേര് ശ്രീജിത്ത് എന്നാട്ടോ, ചേച്ചിയുടെ പേര് ശാന്തി എന്നാണ്. പേര് ശാന്തി എന്ന് അയാൾ വിളിക്കുന്നത് ഷാലു എന്നാട്ടോ, എല്ലാവരും നമ്മളെല്ലാവരും വിളിക്കുന്നത് ഷാലു എന്നാണ് ചേച്ചീനെ. പിന്നെ അങ്ങോട്ട് എല്ലാവരും ചെറുക്കന് പെണ്ണുമായിട്ടൊക്കെയുള്ള ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ എടുത്തരാൻ, അതുകൊണ്ട് എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആരെയും കണ്ടില്ല അന്നേരം വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ബബി ചേച്ചി വിളിച്ചായിരുന്നു. ബബി ചേച്ചി എന്ന് വെച്ചാൽ നമ്മൾ കല്യാണ പെണ്ണിൻ്റെ ചേച്ചിയാണ്. ചേച്ചി ലണ്ടനിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല കേട്ടോ, കല്യാണം കൂടാൻ പറ്റിയില്ലായിരുന്നു. ചേച്ചി നമ്മൾ കല്യാണം തുടങ്ങുമ്പോൾ തൊട്ടാണ് വീഡിയോ കോളിലുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കോൾ വഴി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി. അതായത് ചേട്ടൻ്റെ അനിയനും കാനഡയിലായിരുന്നു കേട്ടോ, ചേട്ടന് വരാൻ പറ്റില്ല. ഇവരെല്ലാവരും കുറേ പേരുണ്ട്, വീഡിയോ കോളിൽ കുറേ പേരുണ്ടായിരുന്നു കല്യാണം കാണാൻ വേണ്ടി. ഇപ്പോൾ കൊറോണ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് ഇറങ്ങിയാലുണ്ട്. പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആൾക്കൂട്ടം വേണമെന്ന് വെച്ചാൽ നമ്മൾ താഴോട്ട് ഇറങ്ങി. പിന്നെ ഇത് ഓഡിറ്റോറിയം തൊട്ട് താഴെ തന്നെ കേട്ടോ ഈ ഒരു ഫുഡ് കഴിക്കാനുള്ള ഇതും. അന്നേരം നമ്മൾ താഴെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു കേട്ടോ. ഇത് പിന്നെ എൻ്റെ ചേച്ചി കേട്ടോ, ഫോട്ടോ അനിയും ഇവനാട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തന്നത്, അജിത്ത് നാട്ടോ എൻ്റെ പേര്. അന്നേരം അവനെ കൊണ്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുപ്പിക്കുകയായിരുന്നു കേട്ടോ. ഞാനും ചേച്ചി ഒരേപോലെ ഡ്രസ്സ് തന്നെയാണ്, കളറ് മാത്രം വ്യത്യാസമുള്ളതെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, സ്കേർട്ട് ഞങ്ങൾക്ക് രണ്ട് കളർ എടുക്കേണ്ടത്, ഞങ്ങൾ രണ്ട് വൈറ്റ് ബുക്ക് എടുത്തു. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. നമ്മൾ ഇന്നലത്തെ ബ്ലോഗിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, രാത്രി നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാണിച്ചു തരാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഓഡിറ്റോറിയം ഹോട്ടൽ അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ സമയമില്ലാത്തതിൻ്റെ ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു കേട്ടോ, ആൾക്കാരൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ പിന്നെ റൂമിലോട്ട് പോയിട്ട് പിന്നെ വന്നപ്പം ആരെയും കാണില്ല. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് ഇതാട്ടോ, എല്ലാം ഫോട്ടോയുടെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഊനാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഊനാനൊക്കെ ആടി. പിന്നെ അച്ഛൻ്റെ വൈഫോട്ടോ നടക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ റൂമിലോട്ട് പോയപ്പോൾ ചേച്ചിന് സാരി ഉടുപ്പിക്കാൻ കൊണ്ടുവന്നു കേട്ടോ, മന്ത്രോട് സാരി ഉടുപ്പിക്കാൻ വേണ്ടി. അന്ന് ചേച്ചി സാരി ഉടുപ്പിച്ച് കൊടുക്കാൻ വന്ന ആളൊക്കെ ഞങ്ങൾ നെട്ടി കേട്ടോ. നമ്മൾ ചിലങ്ക ചേച്ചും സീരിയലിലൊക്കെ പിന്നെ ചിലങ്ക ചേച്ചിയായിരുന്നു. ചേച്ചി വന്നു പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചിരിച്ചു കേട്ടോ. ഒരു ജാടയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതിന് ചേച്ചി നമ്മളെ കല്യാണ ചെറുക്കൻ്റെ വല്യച്ഛൻ്റെ മോനാട്ടോ ചേച്ചിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്.
പിന്നെ ചേച്ചിക്ക് ഒരു ജാടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ നമുക്ക് ചിരിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങളവിടെ നിന്നിട്ട്. പിന്നെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു, യൂട്യൂബിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമ്മതിച്ചൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ജാടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പുള്ളിക്കാരിക്ക്. പിന്നെ സീരിയലിലെ കാണുന്നതിനെക്കാട്ടി നേരിട്ടാണ് അവിടെ കുറച്ചും കൂടി ഭംഗി ചേച്ചീനെ. അത് ഞങ്ങൾ കണ്ടപ്പോൾ അതിന് ഞെട്ടിപ്പോയോ ഈ ആളോ ചേച്ചി. അങ്ങനെ പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ വല്യച്ഛൻ്റെ മോനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ചേട്ടായിയുടെ വീട്ടിൽ ചേച്ചിനെ കൊണ്ടാക്കാൻ പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് അന്ന് തന്നെ കൊല്ലത്തോട്ട് വന്നെടുത്തോട് കൂടി കൊല്ലത്തോട്ട് വന്ന് തന്നെ പിന്നെ അവിടെ നിന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ തിരിച്ച് വന്നപ്പോൾ കാറിലാട്ടോ വന്നത്. ഞാൻ കാറിൽ കയറി. എനിക്ക് സ്കേർട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നതിന് കാറിലാട്ടോ വന്നത്. അമ്മയും വല്യമ്മയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അവർ നേരത്തെ പോയായിരുന്നു, ഒരു കാറിലാണ് പോയത് ചേച്ചിയായിട്ടൊക്കെ ആയിട്ട്. അത് ഞങ്ങൾ തിരിച്ചപ്പം ചേച്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മൾ വണ്ടിക്കത് നുഴഞ്ഞു കയറി. അത് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അന്നേരം പിന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റും കൂടെ ചെയ്തേക്കാം കേട്ടോ. ചെറുക്കനെ പിന്നെ കുറച്ച് 2-3 ഫോട്ടോസ് തന്നെ കാണിച്ചു തരാം കേട്ടോ.